എല്ലാവർക്കും നമസ്കാരം. ഈശോമിശിഹായ്ക്ക് ഞാൻ ബിനോയ് പാല. എൻ്റെ ബ്ലെസ്സിങ്സ് ബിനോയ് പാല എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈശോ പറഞ്ഞു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. ഈശോ പറഞ്ഞു, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പ്രതികാര നിയമം വേണ്ട. ദൈവം സ്നേഹമാണ്, പിതാവാണ്. നാം എല്ലാവരും ദൈവമക്കളാണ്. ദൈവത്തെ പിതാവ് എന്ന രീതിയിൽ ബഹുമാനിക്കുക, സ്നേഹിക്കുക. മറ്റുള്ളവരെ നിന്നെപ്പോലെ സ്നേഹിക്കുക. സകല നിയമവും പ്രവാചകന്മാരും ഇതിലുണ്ട്. ശത്രുവിനെയും സ്നേഹിക്കുക. എല്ലാവരും ഈ സ്നേഹനിയമം പാലിച്ചാൽ ലോകത്തിൽ സമാധാനം, ശാന്തി, ദൈവരാജ്യം കൈവരും. ഈശോ പറഞ്ഞു, മനസ്സിൽ മാറ്റം വരുത്തി ശിശുക്കളെ പോലെ ആയാൽ ദൈവരാജ്യം ഭൂമിയിൽ വരും. ശിശു എല്ലാം മറക്കും, പൊറുക്കും, എപ്പോഴും ചിരിക്കും. അടിച്ചാലും കുറച്ച് കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് വരും, നമ്മിലേക്ക് തന്നെ വരും. മഹത്തായ ഇന്ത്യ പ്രാർത്ഥന: ഓം ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. യഹൂദർ പരസ്പരം വിഷ് ചെയ്യുന്നു, ഷാലോം, അർത്ഥം സമാധാനം. ഈശോ ഉയർത്ത ശേഷം ശിഷ്യന്മാരെ വിഷ് ചെയ്യുന്നു, നിങ്ങൾക്ക് സമാധാനം. മുസ്ലിങ്ങൾ വിഷ് ചെയ്യുന്നു, അസ്സലാമു അലൈക്കും, അർത്ഥം സമാധാനം. എല്ലാവരും ബൈബിൾ ഉൽപ്പത്തി പുസ്തകം, ആദ്യ പുസ്തകം ഉൽപ്പത്തി വായിച്ചാൽ യഹൂദർ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുമ്പിടുന്നത് കാണാം, ബഹുമാന സൂചകമായി. ജപ്പാൻകാർ ഇപ്പോഴും പരസ്പരം വണങ്ങുന്നത് കാണാം. തമിഴിൽ വണക്കം, മലയാളം, തെലുങ്കു ലാംഗ്വേജിൽ നമസ്കാരം, ഹിന്ദി, ഉത്തരേന്ത്യൻ ലാംഗ്വേജുകളിൽ നമസ്കാർ, നമസ്തേ, എല്ലാത്തിൻ്റെയും അർത്ഥം വണങ്ങുന്നു, ബഹുമാനിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പരസ്പരം വണങ്ങുന്നു, കുമ്പിടുന്നു. പുരാതന യഹൂദ ലേവി പുരോഹിതരും ജപ്പാനിലെ ഷിൻഡോ പുരോഹിതരും ഇന്ത്യയിലെ ബ്രാഹ്മണ പുരോഹിതരും ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ച് ദേഹശുദ്ധി വരുത്തുന്നു. എന്നാൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ബുദ്ധമതത്തിൽ ഈ ആചാരമില്ല. പുരോഹിത വസ്ത്രധാരണയെപ്പറ്റി ബൈബിൾ പുസ്തകം പുറപ്പാട് 28, എസെക്കിയേൽ 44 അധ്യായങ്ങൾ പറയുന്നു. അര മുതൽ തുട വരെയുള്ള ചണവസ്ത്രം, വീർപ്പുണ്ടാക്കുന്നതൊന്നും ധരിക്കരുത്. ഇന്ത്യയിൽ ഇന്നും ബ്രാഹ്മണ പുരോഹിതർ ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, പൂജ നടത്തുമ്പോൾ, പ്രയർ നടത്തുമ്പോൾ. യഹൂദർ മോശ വഴി ദൈവകൽപ്പന കിട്ടുന്നതിന് മുമ്പ് വിഗ്രഹാരാധകർ ആയിരുന്നു. അവർ കാളയെ ആരാധിച്ചിരുന്നു. മോശ സീനായ് മലയിൽ പോകുമ്പോൾ അവർ താഴെ കാളയെ, സ്വർണം കൊണ്ടുള്ള കാളയെ ഉണ്ടാക്കി ആരാധിക്കുന്നു. എന്നാൽ യഹൂദർ ഇപ്പോൾ വിഗ്രഹാരാധകർ അല്ല. ഇന്ത്യയിൽ ഇപ്പോഴും വിഗ്രഹാരാധന തുടരുന്നു. ഇന്ത്യയിലെ മുഖ്യ പുരാതന ക്ഷേത്രങ്ങളിലും മുമ്പിൽ തന്നെ കാളയെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാണാം. എല്ലാവരും പല കാരണത്താൽ വേർപെട്ട ഒരു പിതാവിൻ്റെ മക്കൾ എന്ന ചിന്ത വന്നാൽ ലോകത്തിൽ സമാധാനം വരും. നാം എല്ലാവരും ഒരേ വായു ശ്വസിക്കുന്നു. ബൈബിൾ പുസ്തകം ഉൽപ്പത്തി 12-ാം അധ്യായം പറയുന്നു, അബ്രാഹാമിനോട് ദൈവം പറയുന്നു, നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ബൈബിൾ പുസ്തകം യേശയ്യ 19-ാം അധ്യായം പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ ജനമായ ഈജിപ്തും എൻ്റെ കരവേലയ അസീറിയയും. അസീറിയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായുള്ള മധ്യപൗരസ്ത്യ ദേശമാണ്. എൻ്റെ കരവേലയ അസീറിയയും അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. ബിനോയ് പാല.